പരിശുദ്ധ റമദാൻ മാസത്തിലെ ആദ്യത്തെ 10 അവസാന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നോമ്പുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പല രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ ഹദീസുകളിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ചില വചനങ്ങൾ ഇങ്ങനെയാണ്: മല്ലം യദഅ ഖൗല الزൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തആമഹു വശറാബഹു. മറ്റൊന്ന് പറയുന്നത് അസ്സൗമു ലി വ അന അജ്സി ബിഹി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പരാമർശങ്ങൾ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്നതിലോ അല്ലെങ്കിൽ വിശക്കുന്നതിലോ ദാഹം അനുഭവിക്കുന്നതിലോ അല്ലാഹുവിന് വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. മോശമായ പ്രവൃത്തികൾ, മോശമായ സംസാരങ്ങൾ, ഇതൊക്കെയാണ് നോമ്പുകാരായ നമ്മുടെ ജീവിതത്തിൽ തുടരുന്നത് എങ്കിൽ പിന്നെ നമ്മൾ ദാഹിക്കുന്നത് കൊണ്ടോ വിശക്കുന്നത് കൊണ്ടോ എന്നൊന്നും അല്ലാഹുവിന് പ്രത്യേക താല്പര്യമില്ല എന്നാണ് ആ വചനത്തിൻ്റെ സാരം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ 7 നോമ്പ് കഴിഞ്ഞു. ഇനി ഏറി വന്നാൽ 22ഓ 23ഓ നോമ്പാണ് നമുക്ക് ബാക്കിയുണ്ടാവുക. നമ്മൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു മാസത്തെ നോമ്പ് അതങ്ങനെ ഒരു പ്രത്യേക ഒഴുക്കിലൂടെ ഒരു ജലം സഞ്ചരിക്കുന്നത് പോലെ, ഒരു പുഴയിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ ഈ ഒരു മാസം നമ്മളെ കൊണ്ട് അങ്ങനെ അങ്ങോട്ട് ഒഴുകിയാണ് പോകും. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ നോമ്പിനെ കുറിച്ച് നമ്മൾ ബോധത്തോട് കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളോട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. രാവിലെ നമ്മൾ അത്താഴം കഴിക്കുന്നു, അവിടെ നമ്മുടെ ശ്രദ്ധ, ഒരു ബോധം ഉണ്ടാവും. പിന്നെ അതിനുശേഷം നമ്മൾ കുറേ മണിക്കൂറുകൾ, 10, 12, 14ഓളം മണിക്കൂറുകൾ നമ്മൾ കുടിക്കുന്നില്ല, ഒന്നും കഴിക്കുന്നില്ല, മോശമായ ചിന്തകളെല്ലാം ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഈ 10ഓളം അല്ലെങ്കിൽ 10ൽ കൂടുതൽ മണിക്കൂറുകൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഹൃദയത്തിലുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ നിരീക്ഷിക്കണം. ഈ റമദാൻ മാസത്തിന്റെ അപ്പുറത്തുള്ള മറ്റു മാസങ്ങളെ പോലെ തന്നെയാണ് കാര്യമായിട്ട് ഒരു ഫീലിങ്സും ഒരു പ്രത്യേകമായ ഒരു അനുഭവമൊന്നും നമ്മൾക്ക് തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ നോമ്പിൽ എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ, ചില പാകപ്പിഴവുകൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇതുപോലെ തന്നെ നോമ്പിൽ നമ്മൾ ഒരുപാട് ഓതുന്നുണ്ട് അല്ലേ? ഏറ്റവും ചുരുങ്ങിയത് ഒരു തവണയെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ ഒരു തവണ ഖുർആൻ ഓതും. ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഒഴുക്ക് പോലെ സൂറത്തുൽ ബഖറ, സൂറത്തുൽ ഫാത്തിഹ മുതൽ നാസ് വരെ 30 നോമ്പ് കഴിയുമ്പോഴത്തേന് അങ്ങനെ ഓതി തീർക്കുന്നു എന്നതിലപ്പുറം ഓരോ ആയത്തുകളും എന്തൊക്കെയോ നമ്മളോട് ചോദിക്കുന്നു, പറയുന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾക്ക് അറിയില്ല, നമ്മൾക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അറബിയിലുള്ള ആ ആയത്തുകൾ ഇങ്ങനെ ഓതി പോകുന്നു എന്നതിലപ്പുറം എന്താണ് ആ ആയത്തുകൾ നമ്മളോട് സംസാരിക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ബോധമുണ്ടായാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് സാധ്യമാണ്. നമ്മൾ തറാവീഹ് നമസ്കരിക്കുന്നു അല്ലേ? ഇമാമ് നല്ല ഭംഗിയിൽ നല്ല ശബ്ദത്തിൽ ഇങ്ങനെ കുറേ ആയത്തുകൾ ഓതുകയാണ്. 10-11 റക്അത്തിൽ നമ്മൾ കുറേ റുകൂഉം കുറേ സുജൂദും എഴുത്തിദാലും അത്തഹിയ്യാത്തും അങ്ങനെ ഒരു സ്റ്റൈലിൽ അങ്ങനെ പോവുകയാണ്. ഇവിടൊക്കെ നമ്മൾ ചെയ്യുന്ന സുജൂദിൽ നമുക്ക് ബോധം വേണം, ഞാനിപ്പോൾ സുജൂദിലാണ്. നമ്മൾ ചെയ്യുന്ന റുകൂഇൽ നമ്മൾക്ക് ബോധം വേണം, ഞാനിപ്പോൾ റുകൂഇലാണ്.
ഇമാം ഇങ്ങനെ ഓരോ റക്അത്തിലും കുറച്ച് ഭാഗങ്ങൾ ഖുർആനിൽ നിന്ന് ഓതുമ്പോൾ ചിലപ്പോൾ അത് നമുക്കൊന്നും മനസ്സിലാവില്ല. ചിലപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാവും. മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും ആ ഓതുന്നതിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. ആ ഓതുന്നതിനെ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ അതിൽ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ. ഇങ്ങനെ ഈ ഒരു 30 ദിവസത്തെ നോമ്പിൽ, അതുപോലെ തന്നെ നമസ്കാരത്തിൽ, അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിൽ, അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ഒക്കെ നമ്മളുടെ ഒരു ശ്രദ്ധയും ഒരു ബോധവും ഉണ്ടെങ്കിൽ അതിലൊക്കെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് സുഹൃത്തുക്കളെ. അസ്സൗലി, നോമ്പ് എനിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വ അന അജ്സി ബിഹി, അതിനുള്ള പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് അല്ലാഹു പറയുന്നു. അപ്പൊ നമ്മളൊക്കെ നോമ്പ് നോൽക്കുമ്പോൾ ഈ നോമ്പ് നോറ്റാൽ നമ്മളെ സ്വർഗ്ഗത്തിൽ പോകും. ഇതാണ് നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം, അവസാനത്തെ ലക്ഷ്യം. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുറേ എൻജോയ് ചെയ്യാൻ പറ്റും, കുറേ ഗുണപാഠങ്ങളുണ്ട്, കുറേ ആസ്വാദ്യങ്ങളുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ നമസ്കാരത്തിൻ്റെയും ഓത്തിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയൊക്കെ ഇടയിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയുടെ ഉള്ളിലേക്കൊരു ശ്രദ്ധയുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടെത്തി ആസ്വദിച്ച് അതിൻ്റെ കൃത്യമായ അർത്ഥത്തിലും ലക്ഷ്യത്തിലുമൊക്കെ അത് സംഭവിക്കുമ്പോൾ മുൻകാലങ്ങളിൽ നമ്മൾ നോറ്റ, നമ്മൾ ഓതിയ, നമ്മൾ നമസ്കരിച്ച ആ പ്രവൃത്തികളിൽ നിന്ന് കുറെ കൂടി ഒരു പ്രത്യേക സുഖാനുഭൂതിയിൽ നമ്മൾക്ക് ഇതൊക്കെ കൊണ്ടുപോകാൻ സാധിക്കും. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനവും ബോധത്തോടു കൂടിയാകുമ്പോൾ അതിൻ്റെതായ ഒരു സുഖം, അതിൻ്റെതായ ഒരു എൻജോയ്മെന്റ്, അനുഭൂതി, ആസ്വാദനം ഉണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അല്ലാഹു ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. നമ്മളുടെ എല്ലാ പാപങ്ങളും, ജീവിതത്തിൽ വന്ന തെറ്റുകൾ, പോരായ്മകൾ എല്ലാം അല്ലാഹു പുറത്തു പെരുമാറാവട്ടെ. ബാക്കിയുള്ള നോമ്പും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് പൂർത്തിയാക്കുവാനുള്ള ആയുസ്സും നല്ല മനസ്സും അല്ലാഹു